ഛർദിച്ചു പോയി. ടെസ്റ്റിന്റെ മാച്ചിട്ടാ ഇങ്ങനെ ആക്കിയത് അവള് വോയിസ് ഒക്കെ പിന്നെ കൊടുക്കാം, അല്ലാതെ പാട്ട വോയിസ് ആയിരിക്കും. തിരി ഹായ് എടുത്തിട്ടോ ചിന്നോ. ചിന്ന ഇങ്ങോട്ട് നോക്ക്. ഹായ് പറ ഗൈസ്, ഇതാണ് റിയാലിറ്റി. ഡെയിലി വാരി ഇടുന്നത് ഈ കുട്ടിയാണ് ഗൈസ്. ചിന്നോട്ട് ഒളിച്ചു നിന്ന് മുട്ടിയിടുന്നതാണ്. അയ്യോ ചിന്ന കണ്ട കുട്ടിയിടുന്നത്. ഇന്ന് നീയുടെ കല്യാണമാണ്, ഈ സത്യം അന്ന് കല്യാണമാണ്. എനിക്കിപ്പോ രണ്ടോട്ടം കണ്ടുകൊടുക്കൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. നിന്റെ രൂപം മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടിട്ട് അതുപോലെ ഭയങ്കര റൗണ്ട് ആയിട്ട്. അപ്പൊ ഞാൻ ഇവിടെ മാത്രം കുഞ്ഞു പ്ലേറ്റ് കൊടുക്കാം. അവിടെ മതി. ബാക്കി ഇങ്ങനെ ഉണങ്ങുന്നില്ല. ഇതെല്ലാം വീഡിയോ പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് തുറക്കറ. അടുത്ത സൺസ്ക്രീൻ സൺസ്ക്രീൻ നമുക്ക് മാസ്റ്റ് ആണ്. ഇങ്ങനെ ആക്കാം. എന്താ ചെയ്യുന്നത്? തീർത്താ നീ ഇല്ല എല്ലാം ഇനി മുകളിൽ കൊണ്ടുവന്നാലുണ്ട്. ഇപ്പൊ മനസ്സിലായി. ഇത്ര എടുക്കരുത് കേട്ടോ സൺസ്ക്രീൻ ആണെങ്കിലും. സൺസ്ക്രീൻ നമ്മളെല്ലാം വാരി പോകത്തിയിട. എല്ലാരും വിചാരിക്കും ഞാൻ ഭയങ്കര കുട്ടി. നിങ്ങളെ പറഞ്ഞു കുട്ടിയാണ് ഗൈസ്. ഇത് ഓൺലി സൺസ്ക്രീൻ ആണ്. നോ മേക്കപ്പ്. ഞാൻ ഇപ്പം വരാം. അതെ അതെ. Elias, Jackson Elias. ഇങ്ങനെ നീയാണ് ആ സിനിമയിലെ അഭിനയിച്ചി. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തൂടാ നീരജ. ഇങ്ങനെയാ നീ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും നേരമായിട്ട് ലിപ്സ്റ്റിക് ഇടുന്നു. അല്ലെങ്കിൽ ചുമ്മാ ഇടണം സൂപ്പർ ആയിട്ട്. നീ ഫങ്ഷൻ വന്നിട്ട് ലിപ്സ്റ്റിക് ഇടാൻ നിൽക്കുമ്പം ലിപ്സ്റ്റിക്ക് ശരിയാവൂല, ഐഡിങ്സ് ശരിയാവൂല,
ഒന്നിങ്ങനെ ഹലോ, ജസ്റ്റ് ഹെയർ സെറ്റ് ചെയ്തു. ഇനി കുറച്ച് ഫ്ലവേഴ്സ് വെക്കാനുണ്ട്. മേക്കപ്പ് ഞാൻ ഓണാ ചെയ്ത കാരണം എനിക്കിങ്ങനെ ഓവർ ആയിട്ട് ജസ്റ്റ് ഒന്ന് എന്താ ലുക്ക് വാരിയിട്ടില്ല. അങ്ങനെയല്ല, ഫൗണ്ടേഷൻ ഒന്നും ഇടാറില്ല. എന്താ ജസ്റ്റ് കോമ്പാക്ട് തൊട്ട് കുറച്ച് ബ്ലഷ് തൊട്ട് ഐലൈനർ വരച്ചു ലിപ്സ്റ്റിക് ഇട്ടു. എത്ര ചെയ്തു? ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം. പക്ഷെ ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം ഇത്രയും ചെയ്തപ്പോൾ കുറച്ച് എന്തെല്ലാം പറയുന്നുണ്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ബ്ലൗസ്, എനിക്ക് ബ്ലൗസിന് വർക്ക് ഇഷ്ടപ്പെട്ട ആക്ച്വലി. ഇത് വീട്ടിലിടുന്ന പാൻ്റാണ് കേട്ടോ, സ്കേർട്ട് ഇടാനുണ്ട് ഗൈസ്. മിറർ മതി പിടിക്കാൻ എടുക്കാനില്ല. നല്ല ഭംഗിയുണ്ട്. അത് പിന്നൂരി കൊടുത്തേ മറ്റേ ആളുടെ നോക്കിക്കോ. നീരജ കമോൺ. ചിന്നു കമോൺ. ഇന്നൊരു കല്യാണത്തിന് കഴിപ്പിച്ചോടല്ലേ ശല്യം. ഇതൊക്കെയാണ് മനസ്സിൽ ഓരോ സിറ്റുവേഷൻ ഓരോരുത്തർ മനസ്സിൽ. ഷോളുണ്ട് കംപ്ലീറ്റ് ആയോ? ബാക്ക് എങ്ങനെ? ഇവിടുത്തെ സത്യം ഞാൻ പറയട്ടെ ഗൈസ്, ഇവിടുത്തെ സദ്യ കൊള്ളില്ല. എന്നാലും ഞാൻ വന്നിരിക്കുകയാണ്. നമുക്ക് ട്രിവാൻഡ്രം സദ്യയാണോ ഇവിടുത്തെ സദ്യയാണോ കൊള്ളാമെന്ന് നമുക്ക് പറയില്ലേ. ഇവിടെ എല്ലാം ഇങ്ങനെയാണ് സദ്യ. നമ്മളവിടെ പരിപ്പ് വന്ന് എല്ലാം വന്നിട്ട് ഇത് എന്ത് സദ്യയാണ് കാര്യം. ഇത് കല്യാണം ആയതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. സാമ്പാറാ. സോ ഗൈസ്, കല്യാണം കഴിഞ്ഞു ഗൈസ്. സോ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നാളെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നലെ മാരേജ് എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയാ, മാരേജ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഉറങ്ങി എണീറ്റിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഈ വ്ളോഗ് എന്തായാലും ഇത് പാവം കുഞ്ഞിയെന്ന് നിങ്ങൾക്ക് തോന്നും ഗൈസ്, പക്ഷെ പാവം കുഞ്ഞിയല്ല. ഞാൻ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നീരിൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട് ഗൈസ്, അതൊക്കെ നമുക്ക് കാണാം. എനിക്ക് സൗണ്ട് കൂട്ടും. നീ പറയുന്നുണ്ടെങ്കിലും പറ, നീരു വാതറ. നീരുന്റെ ഫാൻസ് കാത്തിരിക്കും. ഇനി ഇത് സോ ഗൈസ്, നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ്. അടുത്ത വ്ളോഗ് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഇത് പറയാനാണ് ഗൈസ് നമ്മള് സത്യത്തിൽ വന്നത്.
ഇത് എൻഡ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് വ്ലോഗ് നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മളൊരു ഇപ്പൊ ഞാൻ എല്ലാം പറയും, നിങ്ങൾ കാണുക. ഈ വ്ലോഗ് എൻഡ് ചെയ്യുന്നതോടെ നീരുവിന്റെ ഒരു പാട്ടുമായിട്ട് എൻഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ചുട്ടമല്ലി ചുട്ടേസ്ഥാനി. നീരു പറ. ചുട്ടമല്ലേ ചുട്ടേ സന്ദേ. സൗണ്ട് മാറും. എന്നാരും സബ്സ്ക്രൈബ് ചെയ്യും. ഇവിടെ ആരും സബ്സ്ക്രൈബ് ചെയ്യരുത് ഗൈസ്. പറയടാ ബെല്ലൊക്കെ ഇങ്ങനെ ആക്കാൻ. അയ്യോ നീ എന്നെ കൊന്നാണോ കൊണ്ടുപോകാൻ പോണേ ഗായ്സ്? അപ്പൊ ഗായ്സ് ബൈയോടെ നീരു ഇതാണ് നോക്ക്. ചുട്ടമല്ലേ ചുട്ടേ സന്ദേ, ഹാ ചുട്ടേ സന്ദേ, ചുട്ടമല്ലേ ചുട്ടേ സന്ദേ. അടരേ